കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ ഒന്നാം പ്രതിയായ തസ്ലീമ സുൽത്താന പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മൊത്തത്തിൽ 3 പേരുകളിലാണ് തസ്ലീമ അറിയപ്പെടുന്നത്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും തസ്ലീമ സുൽത്താനയ്ക്ക് ലഹരിമരുന്ന് വിൽപ്പനയുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കണ്ണൂരിലും ചെന്നൈയിലും തസ്ലീമ സുൽത്താനയാണെങ്കിൽ സിനിമാ ലോകത്തത് ക്രിസ്റ്റീനയാണെന്നും പ്രതിയുടെ പേര്. അതേസമയം കർണാടകയിലെത്തുമ്പോൾ മഹിമ മധു എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. എറണാകുളത്ത് നിന്ന് വാഹനം വാടകയ്ക്കെടുത്തും മഹിമ മധു എന്ന പേരിലായിരുന്നു. ഇവിടെയെല്ലാം തസ്ലീമയ്ക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡും ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും വ്യത്യസ്ത തിരിച്ചറിയൽ കാർഡുകളാണ് പ്രതി ഉപയോഗിച്ചു വരുന്നത്. തസ്ലീമയുടെ കർണാടകത്തിലെ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നാണ് തസ്ലീമ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത്. ഇവർക്കൊപ്പം മക്കളും ഉണ്ടായിരുന്നു. 2 കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നാലെ നടന്മാരായ ശ്രീനാഥ് മാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ലഹരി കൈമാറിയെന്ന പ്രതി തസ്ലീമ സുൽത്താന മൊഴി നൽകി. സംഭവത്തിൽ താരങ്ങൾക്ക് എക്സൈസ് നോട്ടീസ് നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. താരങ്ങൾക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായി തസ്ലീമ മൊഴി നൽകിയിരുന്നു. തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിച്ചു. വിദേശത്തു നിന്നും എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് യുവതി വിതരണം ചെയ്തിരുന്നു. എന്നാൽ ആലപ്പുഴയിലും വിതരണ സംവിധാനം ഉണ്ടായതോടെ എക്സൈസിന്റെ പിടി വീഴുകയായിരുന്നു.